സുരേഷ് ഗോപി പോലുള്ള നേതാക്കന്മാരാ നിൽക്കുന്നെങ്കിൽ അവർ തന്നെ ഇവിടെ ഭരിക്കും. എല്ലാവരും സുരേഷ് ഗോപി പോലെ ആവും. അദ്ദേഹം നമ്മളെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അല്ല, നല്ല സ്ഥാനത്തൊക്കെ കേരളത്തിൽ ഗുണകരമാണ്. വരുന്ന ഇലക്ഷന് കിട്ടാൻ സാധ്യതയുണ്ട് ഇതുപോലെ ശ്രമിച്ചാല്. ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. നല്ല മനുഷ്യനെ സുരേഷ് ഗോപി സാർ, ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല പുള്ളിയുടെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് ആര് ഭരിച്ചാലും മാറ്റങ്ങൾ വരണം, അല്ലാതെ നമ്മൾ ഭരിച്ചിട്ട് എന്ത് കാര്യം? രാജ്യത്തിന് മാറ്റങ്ങൾ വരണ്ടേ? തിരുവനന്തപുരത്ത് വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബിജെപിയുടെ വിജയമായിരുന്നു തന്നെയായിരുന്നു. ഇതൊരിക്കലും ബിജെപിയുടെ വിജയമല്ല. രാജീവ് ചന്ദ്രശേഖർ എന്താ തുറക്കാത്ത? ആറ്റിങ്ങ മുരളീധരൻ എന്താ തുറക്കാത്ത? ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ എന്താ തുറക്കാത്ത? എം ഡി രമേശ് എന്താ ജനറൽ സെക്രട്ടറി അല്ലേ? തൃശ്ശൂർ രക്ഷപ്പെട്ടത് അതൊരു വിജയമല്ല. കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല. ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ചരിത്രത്തിലാദ്യമായി BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നു, സുരേഷ് ഗോപിയിലൂടെ BJP കേരളം പിടിക്കും? അദ്ദേഹം കഴിവുള്ള മനുഷ്യനാണ്, ആത്മാർത്ഥമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുൻകാല MDക്കുള്ള പ്രവർത്തനമൊക്കെ നല്ലതാണ്. പാവത്തുകൾക്ക് അദ്ദേഹത്തിന്റെ പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വളരെ നേതാവായിട്ടൊരു വ്യക്തി ആണ്. അത് രാഷ്ട്രീയമല്ല, വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം നമ്മളെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അല്ല, നല്ല സ്ഥാനത്തൊക്കെ കേരളത്തിൽ ഗുണകരമാണ്. കഴിഞ്ഞാൽ അങ്ങനത്തെ സിനിമയിലായിരുന്നാലും ശരി, എല്ലാവരും നല്ല താല്പര്യമുള്ള വ്യക്തിയാണ്. നല്ല അഭിപ്രായമാണ്. പാർട്ടി എന്നല്ല, വ്യക്തി എന്ന നിലയ്ക്ക് നല്ല മനുഷ്യനാണ്. അതാണ് കൂടുതൽ സാധ്യതയുണ്ട്. അങ്ങനൊരു പ്രതീക്ഷ നമ്മൾ കാണുന്നില്ല. പിന്നെ സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ 5 വർഷം നിന്ന് ശക്തമായ രീതിയിലൊരു ഇടപെടൽ നടത്തിയത് കൊണ്ട് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ വോട്ടല്ല, വ്യക്തിപരമായിട്ടുള്ള വോട്ടാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിനുള്ള കാരണം. അത് BJPയുടെ മാത്രമുള്ള ഒരു വിജയമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ വിജയമായിരുന്നു തന്നെയായിരുന്നു. ഇതൊരിക്കലും BJPയുടെ വിജയമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ സഹായങ്ങൾ ചെയ്യുന്നതിന്റെ പേര് അതുകൊണ്ട് സാധ്യത ഉണ്ട്. ഈ സമയത്ത് സുരേഷ് ഗോപിയിലൂടെ കേരളം പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ BJP? ഒരിക്കലും ഇല്ല. കേരളത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു രീതിയിലും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല. നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും BJP ഭരണത്തിൽ മാറണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കോൺഗ്രസിനെ കൃത്യമായ രീതിയിൽ. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ അവർ 2ാം സ്ഥാനത്തൊക്കെ കോൺഗ്രസ് BJP ആയിട്ടായിരുന്നു. തീർച്ചയായിട്ടും അധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വോട്ട് മറിഞ്ഞിട്ടുണ്ടെന്ന് അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കൃത്യമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളാണ് മറിഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും കേരളം ഒരു രീതിയിലും BJPക്ക് പിടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായിട്ട് വരുന്നതും മറ്റു സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. ഒരിക്കലും ഇല്ല. ഈ 5 വർഷം അല്ലെങ്കിൽ ഇപ്പോ സുരേഷ് ഗോപിയുടെ കാലയളവിൽ ജനങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ടാവുമെന്നും എന്തൊക്കെ വർഗീയ പുതിയ തീരുമാനങ്ങളും പുതിയ പ്രഖ്യാപിതമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാവും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു വന്നതിപ്പോഴുണ്ട് കേരളത്തിലെ BJPക്ക് സ്വാധീനം വർദ്ധിക്കാൻ പോകും? ഒരിക്കലും ഇല്ല. പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല പുള്ളിയുടെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. അല്ലാതെ കേരളത്തിൽ പിടിക്കാനുള്ള സാധ്യത BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. താമര വിരിയില്ല എന്ന് പറഞ്ഞപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയിലൂടെ BJP കേരളം പിടിക്കാനുള്ള സാധ്യത ആവും? അതേക്കുറിച്ച് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. പക്ഷേ സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിത്വ ഉടമസ്ഥയാണ്, നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം താമര വിരിഞ്ഞെന്ന എൻ്റെ ഒരു കണക്ക്. അതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ വിരിയും അങ്ങനെ അത്തരത്തിൽ പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി നല്ല പ്രവർത്തനം അവിടെ തൃശ്ശൂർ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ, അവിടെ നല്ല വികസനവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണെങ്കിൽ കേരളത്തിൽ അതിന്റെ ഒരു വികാരം ഉണ്ടാവും. ഒരിക്കലും ഇല്ല. അതൊരു സ്വാധീനം, ഒരു വികാരം ഒന്നും മാറില്ലെന്നാണോ? സുരേഷ് ഗോപി ജയിച്ച് ഇപ്പൊ തൃശ്ശൂർക്കാർക്ക് നല്ലതല്ലേ? അത് കണ്ടോണ്ട് ബാക്കിയുള്ള ജനങ്ങള് തീരുമാനിച്ചാ ഓക്കെ. ഭരണം നല്ലതാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടും ഉറപ്പായിട്ടും. കേരളം പിടിക്കുമെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. 1-2 കൊല്ലം കഴിയണം. അതായത് 1-2 വർഷം 1-2 ഇലക്ഷൻ കഴിയണം. അന്നേരം സാധ്യതയുണ്ട്. അതായത് ഒരു 10 വർഷമെങ്കിലും കഴിയണം. അപ്പോഴത്തേക്ക് അന്നേരം സാധ്യത ഉണ്ടാവും. ഈ അടുത്ത കാലത്തൊന്നും നടക്കത്തില്ല. സംശയമില്ലല്ലോ, സംശയമില്ലാത്ത കാര്യമല്ലേ? 100% കറക്റ്റ് അല്ലേ? വരും
മാറ്റങ്ങൾ വരും. പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണമോ BJP ഇത് ആര് ഭരിച്ചാലും മാറ്റങ്ങൾ വരണം, അല്ലാതെ നമ്മൾ ഭരിച്ചിട്ട് എന്ത് കാര്യം? രാജ്യത്തിന് മാറ്റങ്ങൾ വരണ്ടേ? എന്തായാലും സുരേഷ് ഗോപിയുടെ ഇതിനോടുകൂടി ഒരു മാറ്റം കേരളത്തിൽ തീർച്ചയായിട്ടും വരും. കേരളത്തിന്റെ രീതി തന്നെ മാറും. ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. നല്ല മനുഷ്യനെ സുരേഷ് ഗോപി സാർ, ഒരു കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവും. ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. പിന്നെ സുരേഷ് ഗോപി സാറിന്റെ ഓരോ ഫോൺ നമ്പറിന് വേണ്ടി നമുക്ക് കിട്ടാനൊരു മാർഗവുമില്ല. ഞങ്ങൾ വളരെ പാവപ്പെട്ട നമ്മളൊരു വീട്ടിന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് ഫോൺ നമ്പർ. നമ്മൾ വീടൊരു മോനുണ്ട്, ഇപ്പൊ അച്ഛൻ നല്ല പ്രായോഗികാരോഗ്യം കുറവുണ്ട്. അപ്പൊ നമുക്ക് ഒരു വീടെങ്കിലും ഒന്ന് വെച്ചിട്ട് തന്നെ ഒരു സഹായം കിട്ടണമെന്ന് ചോദിക്കാൻ കാണട്ടെ എന്ന്. ഓക്കെ, ശരി. ഞാൻ കുണ്ട്രയുള്ളതാ, സെന്റ് മാർഗരറ്റ് സ്കൂളിന്റെ തൊട്ടപ്പുറം എന്റെ കുടുംബ വീട്. ഓക്കെ, നല്ല മനുഷ്യനാ, ഒരുപാട് ഇഷ്ടവുമാണ്. വരുന്ന ഇലക്ഷന് കിട്ടാൻ സാധ്യതയുണ്ട് ഇതുപോലെ ശ്രമിച്ചാല്. സുരേഷ് ഗോപി വന്നതോടുകൂടി BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവും. ഉണ്ടാവും. പിന്നെ ഇപ്പൊ തന്നെ വോട്ടിംഗ് നിലവാരം ഹൈ അല്ലേ അവർക്ക്? നേരത്തെ ഉണ്ടാവത്തില്ല. 3 ലക്ഷത്തിന് മേലിലാണ് എല്ലാവരും, എല്ലാ മണ്ഡലം. അന്നേരം ചേട്ടനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും മുന്നേറ്റം? സുരേഷ് ഗോപി പോലുള്ള നേതാക്കന്മാരാ നിൽക്കുന്നെങ്കിൽ അവർ തന്നെ ഇവിടെ ഭരിക്കും. എല്ലാവരും സുരേഷ് ഗോപി പോലെ ആവും. പക്ഷെ അത്തരത്തിലുള്ള നേതാക്കന്മാർ വന്നാൽ ഉറപ്പായിട്ടും BJPക്ക് തീർച്ചയായിട്ടും അതിന് പാർട്ടിയോ വ്യക്തികളോ ഒന്നും പാർട്ടിയൊന്നും ബന്ധമുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ വ്യക്തികളാണ് വേണ്ടത്. വ്യക്തിക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. എന്തെല്ലാം കൊടുക്കും അല്ലേ സുരേഷ് ഗോപി? ആലോചിച്ചു, ലക്ഷക്കണക്കിന്. അവർ വീട്ടിൽ പോലും കാശില്ലെങ്കിലും പുള്ളി വേറെ ഉടനെ ഒരു 2 ലക്ഷം കൊടുത്തേരും. എന്താ പറയുന്നത് മക്കളൊക്കെ പറയുന്നേ? എന്തായാലും കേരളത്തിലെ BJPക്ക് മുന്നോട്ടം ഉണ്ടാവും. ഉണ്ടാവാൻ സാധ്യത. പ്രകൃതി നിയമമല്ലയോ, ഒരാളെ കയ്യിൽ ഒരിക്കലും ഇരിക്കത്തില്ല. ഞാനെങ്കിൽ നാളെ നിങ്ങളല്ലേ. മാറ്റം വേണം. നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചായിരുന്നല്ലോ, BJP സുരേഷ് ഗോപി. അപ്പൊ ഈ കൂടുതൽ സുരേഷ് ഗോപിയുടെ ഭരണത്തിലൂടെ BJP കൂടുതൽ സീറ്റ് കേരളത്തിൽ നേടാൻ സാധ്യത ഉണ്ടോ? ഉണ്ടെന്ന അഭിപ്രായം ആണോ? അവരയാലും നല്ല ഒരു നേതാവാണ്. അവിടെ എല്ലാം നല്ല വൃത്തിയാക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിവ്. അപ്പൊ അങ്ങനെ ഉണ്ടായ കേരളത്തിൽ BJPക്ക് സാധ്യത ഉണ്ട്. അത് പാർട്ടിക്ക് പറയാൻ പറ്റത്തുള്ളൂ, നമ്മളെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ നോക്കുന്ന സമയത്ത് എങ്ങനെ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമോ സുരേഷ് ഗോപി? വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയാണ്, പാർട്ടി ലെവലാണ്. അതിന് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നതാണ്. അത് കേരളത്തിലെ BJPയുടെ സ്വാധീനം വർദ്ധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സെന്ററിൽ മാത്രമുള്ള ഒരു റിസൾട്ടാണ്. അല്ല, തിരുവനന്തപുരത്ത് ഇപ്പം കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു മത്സരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 ലക്ഷത്തിലധികം വോട്ട് മേടിച്ചു. കേരളത്തിൽ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് BJP കാര്യമായിട്ടുള്ള വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ സീറ്റ് കിട്ടിയത് കൂടുതലായിട്ടുള്ളത്? സുരേഷ് ഗോപിയുടെ സീറ്റ് കിട്ടിയത് മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ള നിയോജക മണ്ഡലത്തൊന്നും പറയാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് തന്നെ ഇപ്പൊ കിട്ടെങ്കിലും അവരുടെ പോസ്റ്റൽ ബെൽറ്റ് വന്നപ്പോഴത്തേക്കിനും നിലപാട് മാറി. അപ്പോൾ ഒരാളിന്റെ നിലപാട് വെച്ചുകൊണ്ട് ഈ സീറ്റിനകത്ത് BJP എല്ലാ സീറ്റുകളും പിടിക്കുമെന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്നോ ഉള്ളതിന് നമുക്ക് തീർത്തൊരു നിലപാട് അത് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര സാധനങ്ങളുടെ വില വർധനവ്, ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ആളുകളെ ബാധിക്കുന്നതാണ്. അങ്ങനെ ഒരു തീർത്ത നിലപാട് സുരേഷ് ഗോപിക്ക് ഒരു തൃശ്ശൂർ സീറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് ബാക്കിയുള്ള ഇതിലേക്ക് അത് ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ മുഴുവൻ അലൈഡി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു പ്രത്യേക രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വേറെ പല അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഒരു തീർത്തൊരു തീരുമാനമായിട്ട് പറയാൻ പറ്റും. മുന്നേറ്റം ഉണ്ടാവും തീർച്ചയായും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? അതെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും മുന്നേറ്റം ഉണ്ടാവത്തേ ഉള്ളൂ. BJP സാധ്യത ഉണ്ടാവും. BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നല്ലോ തൃശ്ശൂരിൽ. നല്ല കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് BJPക്ക് ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ട്. ഒരുപാട് സീറ്റ് ഇപ്പൊ കൃഷ്ണകുമാർ അടുത്തോട്ടം കയറി ജയിക്കും, ഉറപ്പ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് നമ്മൾ ഓരോ നല്ല കാര്യങ്ങള് പ്രവൃത്തികളും എല്ലാം ഉണ്ട്. BJP തന്നെ ഇവിടെ മുൻഗണന കൊല്ലം ജില്ലയിൽ. അതുകൊണ്ട് കേരളത്തില് മൊത്തത്തിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാവും. കേരളത്തിൽ ഒരു കാരണവശാലും BJP അക്കൗണ്ട് അല്ല. ഇവിടെ ഒരു 10-50 കൊല്ലത്തേക്കാളും BJP ഇവിടെ വരത്തില്ല. കേരളത്തിൽ നോക്കണ്ട, നടക്കത്തില്ല. അക്കൗണ്ട് തുറന്നല്ലോ BJP. താമര വിരിഞ്ഞല്ലോ. അത് അയാളുടെ പ്രത്യേക ഇതുകൊണ്ട്. അതായത് അയാൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരം മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ UDFും BJPയും തമ്മിലായിരുന്നല്ലോ. സുരേഷ് ഗോപി പറഞ്ഞെന്തുവാ BJPയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ജയിച്ചത്. രണ്ട് കൂട്ടരെ മുന്നണി, പിന്നെ ഇന്നിപ്പം ക്രൈസ്തവരുടെ വോട്ടോടെ ചേർന്നോട്ടാണ് ജയിച്ചത്. എല്ലായിടത്തും അങ്ങനെ. അത് മാത്രമല്ല, കഴിഞ്ഞ നാൾ തോറ്റതിന് ശേഷം ഈ 5 വർഷം അവിടെ പ്രവർത്തിച്ച്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് 5 വർഷം അയാൾ അവിടെ നിന്നുകൊണ്ടാണ്
ഇത്ര ഇത് മൊത്തം കേരളം എടുക്കുന്ന സമയത്ത് എല്ലാ മണ്ഡലത്തിലും BJPക്ക് വർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ BJPയും UDF ആണെങ്കിൽ ആറ്റിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ BJP കാര്യമായിട്ടുള്ള വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത്? വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ശരി. അപ്പൊ അത് കുറെ കാലം കഴിയുമ്പോൾ ഒരു അധികാരത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അതൊന്നും ഈ രണ്ട് മുന്നണിയുടെ ഒരു കാരണവശാലും BJPയുടെ അധികാരത്തിൽ വരുത്തല്ല. ചിലപ്പോ 1-2 സീറ്റ് അങ്ങനെ കിട്ടും. അല്ലാതെ ഒരു കാരണവശാലും ഈ രണ്ട് മുന്നണികളുടെ അങ്ങനെ BJP കൂടെ കയറാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമ്മൾ ചോദിക്കുന്നത് സുരേഷ് ഗോപിയിലൂടെ BJP കേരളം പിടിക്കുമോ എന്നുള്ളതാണ്. പിടിക്കും. സുരേഷ് ഗോപിയുടെ പിടിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? പുള്ളിക്ക് എത്ര സ്വാധീനമുണ്ട്, അതുകൊണ്ട് തന്നെ BJP കേരളം പിടിക്കാൻ സാധ്യത. രാജീവ് ചന്ദ്രശേഖർ എന്താ തുറക്കാത്ത? അല്ല, ആറ്റിങ്ങ മുരളീധരൻ എന്താ തുറക്കാത്ത? ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ എന്താ തുറക്കാത്ത? ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലല്ല അത് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതല്ലേ ഉള്ളു വേണുഗോപാലുമായിട്ടുള്ള ബന്ധം. ആണോ? അതുകൊണ്ട് കൂടുതൽ സീറ്റ് കിട്ടില്ലെന്നാണോ അതോ BJPക്ക് വളർച്ച ഉണ്ടെന്നാണോ പറയാം? തൃശ്ശൂർ രക്ഷപ്പെട്ടത് അതൊരു വിജയമല്ല, സാമ്പത്തികമാണ് അവിടെ വിഷയം. പിന്നെ വേണമെങ്കിൽ വേറെ MD രമേശ് എന്താ ജനറൽ സെക്രട്ടറി അല്ലേ? നിങ്ങൾ BJPക്കാരല്ലേ? അല്ല, അത് ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ ഡയലോഗ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഏത് ചോദ്യം കേട്ടപ്പോഴാ? ആദ്യം ചോദിച്ചല്ലോ, ഇന്ത്യയിൽ BJP ഭരണത്തിൽ വന്ന 3-ാം ഊഴം തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. BJP തന്നെ, അതായത് നരേന്ദ്രമോദി 3-ാമതും ഭരണം, ഇന്ത്യ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. കോപ്പറേറ്റീവായിട്ട് കമ്പനി ഉണ്ടെന്നൊരു പരാമർശമുണ്ട്, അത് വിഷയമല്ല. ഈ നരേന്ദ്രമോദി അദ്ദേഹത്തിന് കോർപ്പറേറ്റുകൾ, അദാനി ഗ്രൂപ്പ്, അദാനി ഇല്ലെങ്കിൽ മോദി ഇല്ല, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിക്കാരനാ ഞാൻ. വ്യക്തിപരമായിരിക്കാം, പ്രൊഫഷണലായിരിക്കാം. ആയിക്കോട്ടെ. ഓക്കെ. കൊണ്ടുവന്നല്ലോ തൃശ്ശൂർ സുരേഷ് ഗോപി, അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി ജയിച്ചുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ആണോ? പിടിക്കും. കേരളം കൂടുതൽ പിടിച്ചിട്ടാലും ഓരോ സ്റ്റേറ്റ് കൂടെ പിടിക്കാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയിലൂടെ BJP കേരളം പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടെന്നുള്ള എന്റെ മനസ്സിന്റെ ഒരു അഭിപ്രായം. ചേട്ടന്റെ അഭിപ്രായം അങ്ങനെയാണോ? വിശ്വാസം. ഓക്കെ. സീറ്റ് ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യം വോട്ട് ചെയ്യുന്നത്. ഇപ്പം തൃശ്ശൂരിന്റെ ഇപ്പം BJP സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി നിന്നതുകൊണ്ട്, സുരേഷ് ഗോപിയുടെ സ്നേഹം ഉള്ളത് കൊണ്ടും ആ പാർട്ടിയുടെ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്തു. അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു. വോട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, ഓരോ വ്യക്തികളും. അതുകൊണ്ട് കൂടുതൽ മുന്നേറ്റം കേരളത്തിൽ BJPക്ക് ഉണ്ടാവുമോ? സുരേഷ് ഗോപി വന്നതുകൊണ്ട് അങ്ങനെ പറയാൻ സാധ്യമല്ല.